മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോ കാച്ചിൽ. നമുക്കറിയാം, ഇത് കാച്ചിലാണ്. ഈ കാച്ചിൽ നമുക്ക് ചാക്കിൽ വച്ച് കൃഷി ചെയ്ത് മണ്ണിൽ വിളവിക്കുന്നതിനേക്കാൾ കൂടുതൽ കാച്ചിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ രീതിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു കാച്ചിലായിരുന്നു. ഈ കാച്ചിലിൻ്റെ ഈ മണ്ടഭാഗം, അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഈ മണ്ടഭാഗം ഇനി മുറിച്ചെടുത്ത് നമ്മൾ ചെയ്തത് ഇതാണ്. മണ്ടഭാഗമാണ്. ഈ മണ്ടഭാഗം നമ്മൾ മുറിച്ചെടുത്ത് ഇത് മണ്ണിൽ വെച്ച് കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതേപോലെ ഇത് കിളിച്ചു വന്നു. ഇത് എങ്ങനെയാണ് ചാക്കിൽ വെച്ച് കൃഷി ചെയ്യുന്നത്, അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ ഇപ്പോഴും പറയാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. അപ്പോൾ നമുക്ക് ആദ്യമായി വേണ്ടത് ഒരു ചാക്കാണ്. അപ്പോൾ നമ്മളൊരു ചാക്ക് എടുത്തു. ഈ ചാക്കിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ കരിയില നിറയ്ക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ കരിയില ഉണ്ട്. വളമൊന്നും ഇടരുത്, ഒരു കാരണവശാലും വളം ഇടരുത്. കരിയില മാത്രം നമ്മൾ നിറച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഇതിനകത്തപ്പോൾ കുറച്ചധികം കരിയില ഉണ്ട്, അതുകൊണ്ട് കുറച്ച് കരിയിലൂടെ നമ്മൾ നിറച്ച് കൊടുക്കുകയാണ്. കുറച്ച് കരിയിലൂടെ നിറച്ച് ഒരു കാരണവശാലും വളം ഇടരുത്, കരിയില മാത്രം നമ്മൾ നിറച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്വല്പം മണ്ണ് എടുത്ത് കുറച്ച് മണ്ണേ നമ്മൾ ഇടാവൂ. അല്പം മണ്ണേ ഇടാവൂ. കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കും. കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മുൻകൂട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ കാച്ചിൽ, കിളിച്ച കാച്ചിൽ നമ്മൾ ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇത്രയും നമ്മൾ കണ്ടിച്ച് കളയുകയാണ്. ഇത് ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വീണ്ടും ഒരല്പം മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കും. കുറച്ച് മണ്ണ് ഇടാവും, കൂടുതൽ മണ്ണ് ഇടരുത്. കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ജൈവവളമാണ്. അതുപോലെ ഇത് എല്ലുപൊടിയാണ്. ജൈവവളമാണ്. ഈ എല്ലുപൊടി നമ്മളിങ്ങനെ ചാക്കിൽ ചുറ്റും വിതറി കൊടുക്കുകയാണ്. നോക്കിയത് ചാക്കിൽ ചുറ്റും ഇപ്പം 100 ഗ്രാം എല്ലുപൊടിയുണ്ട്. ഒരു ചാക്കിനകത്ത് 100 ഗ്രാം എല്ലുപൊടി നമ്മൾ വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും കരിയില വാരി വെക്കുകയാണ്. ശ്രദ്ധിച്ചോണം, വീണ്ടും കരിയില. കുറച്ച് മണ്ണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ കരിയില വാരി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. കരിയില ശരിക്കും നമ്മൾ വെച്ച് കൊടുത്ത് അമക്കി വെക്കുകയാണ്. അമക്കി വെച്ചു. ഇനി നമ്മൾ ശരിക്കും കരിയില അമക്കി വെച്ചു. ജൈവവളം പിടിപ്പിക്കുന്നേ ഉള്ളൂ. ജൈവവളം നമുക്ക് ഇനി ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ജൈവവളം എന്ന് പറയുമ്പോൾ ചാമ്പൽ, അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇട്ട് മിക്സാക്കിയത് ആണ് ജൈവവളം. ഇത് നമ്മളിങ്ങനെ വാരിയിടുകയാണ്. അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഉദ്ദേശം ഒരു 1/2 കിലോയോളം നമ്മൾ ഇട്ട് കൊടുക്കണം. 1/2 കിലോയോളം നമ്മൾ ഇട്ട് കൊടുക്കണം. 1/2 കിലോയോളം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരല്പം കരിയില വാരി ഇതിന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു. അപ്പം നടിയലിൻ്റെ പണി പൂർത്തിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളതാണ്. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഈ കാച്ചിൻ്റെ ഈ വള്ളിയല്ല, അതിൻ്റെ അടിയിൽ നിന്നും വീണ്ടും ശക്തമായ വള്ളി കിളിച്ച് മേപ്പോട്ട് വരും. ഈ സമയമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത് എടുത്ത് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് ആ വൃക്ഷത്തിലോട്ട് ഇതിൻ്റെ വള്ളി, ഈ കാച്ചിലിൻ്റെ വള്ളി മുന്നോട്ട് വൃക്ഷത്തിൽ കയറാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കണം. അടുത്തെങ്ങും വൃക്ഷമില്ലെങ്കിൽ ദൂരെയുള്ള വൃക്ഷത്തിൽ നിന്ന് കയറ് കെട്ടി ഈ വള്ളി ആ വൃക്ഷത്തിലേക്ക് കയറി പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അപ്പോൾ 2 ഗുണങ്ങളാണ്. ഒന്ന്, ഈ വള്ളി കയറി പോകുന്നുണ്ടെങ്കിൽ ഏതാണ്ടൊരു 6-6.5 മാസം പ്രായമാകുമ്പോൾ ഈ വള്ളിയിൽ തന്നെ ചെറിയ കാച്ചിലുണ്ടാവും, ധാരാളം ഉണ്ടാവും. അത് പിന്നെ 2 കാര്യങ്ങളാണ്. അത് പുഴുങ്ങി കഴിക്കാൻ സ്വാദിഷ്ടമാണ്. കാച്ചിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാമോ അതിൻ്റെ കൂട്ടൊക്കെ സ്വാദിഷ്ടമാകും. ഒപ്പം വിത്തിനായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതേ വള്ളിയിലുണ്ടാകുന്ന ആ കാച്ചിൽ നട്ടാൽ ചെറിയ കാച്ചിൽ കിട്ടും. അപ്പം അതുകൊണ്ട് നല്ല നീളമുള്ള കയറുപയോഗിച്ച് വലിയ മരത്തെ കയറ്റി വിടുകയും
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മളതെ കയറ്റി വിടുകയോ ചെയ്യണം. അപ്പോൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് വെക്കുന്നെങ്കിൽ നല്ല മഴയില്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏതാണ്ട് 7-8 മാസം ആകുമ്പോഴത്തേന് ഇത് പൂർണ്ണമായി വിളയുന്ന ഒരവസ്ഥ വരുന്നുണ്ടേ ഈ കാച്ചിലിൻ്റെ ഇലകൾ മുഴുവൻ കരിഞ്ഞു പോവുകയും ഈ വള്ളിയിൽ നിറയെ കാച്ചിലിരിക്കുകയും ചെയ്യും. അന്നേരമാണ് ഇത് വിളവെടുക്കുന്നത്. അപ്പം 8 മാസം ഇടയ്ക്ക് വെച്ച് 3 പ്രാവശ്യം നമുക്ക് വളമിടണം. അപ്പം ആ വളം 3 പ്രാവശ്യം ഇടുന്നത് ഏതൊക്കെ വളമാണ് എങ്ങനെയൊക്കെ ഇടുന്നതൊക്കെ ഇത് കിളിച്ച് വരുമ്പോൾ നമുക്ക് സ്ഥിരമായി ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ വരുന്നുണ്ടേ ഇപ്പോൾ ഇത് ഈ കാച്ചിൽ ഇത് മണ്ണിൽ നട്ട് കിളിച്ചു വന്നൊരു കാച്ചിലാണ്. ഇത് ഏതാണ്ട് 2.5 കിലോയോളം തൂക്കമുള്ളായിരുന്നു. പക്ഷേ പരീക്ഷണാർത്ഥം ഈ ഇങ്ങനെ ചാക്കിൽ നട്ട് ആ വിളവെടുത്തപ്പോൾ ഏതാണ്ട് 6 കിലോയോളം ആ ഒരു കാച്ചിൽ തൂക്കം വന്നു. 6 കിലോ മുതൽ 12 കിലോ വരെ തൂക്കമുള്ള കാച്ചിൽ നമുക്ക് ഈ ചാക്കിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 2 കാര്യങ്ങളാണ്. മണ്ണിൽ നടന്നുണ്ടെങ്കിൽ കാച്ചിൽ മെനഞ്ഞിറങ്ങാൻ സമയമെടുക്കും. കാരണം മണ്ണും കല്ലും ഒക്കെ ഉള്ളതുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കാച്ചിലൊക്കെ കളച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ മൊത്തം ഇങ്ങനെ പോടായിട്ടിരിക്കും. കാരണം അത് എങ്ങനെയാണ് ഉണ്ടാകുമെന്ന് വെച്ചാൽ മണ്ണിലൂടെ ഇത് കാച്ചിൽ വളർന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ കല്ലിലൊക്കെ കൊണ്ടായി പോടുണ്ടാവുന്നേ. പക്ഷേ അത് ഒഴിവാക്കിയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ കാച്ചിലിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ഈ കാച്ചിൽ ഇത് മേപ്പോട്ടും വളരും താപ്പോട്ടും വളരും. അതിനുള്ള സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കരയിലയുടെ ഇടയ്ക്ക് വളമിടണമെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം കാച്ചിലിൻ്റെ വേര് ഈ മുടിയിൽ നിന്നാണ് ഇറങ്ങുന്നത്. ആ മുടിയിൽ നിന്ന് തന്നെ വേറിറങ്ങി താപ്പോട്ട് പോയി വളം വലിച്ചെടുത്തോളും. അതുകൊണ്ടാണ് ഇടയ്ക്ക് വളമിട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഒരു 3-4 പ്രാവശ്യത്തെ വളം ഇടുന്നുണ്ടെങ്കിൽ ഒരു മൂട് കാച്ചിലിൽ നിന്ന് ഒരു മൂടി ചാക്കിൽ നിന്ന് തന്നെ 7 മുതൽ 8, 9, 10, 12 കിലോ വരെ തൂക്കം വരുന്ന കാച്ചിൽ നമുക്കെടുക്കാം. പരിചരണ ലാഭമുണ്ട്, കിളച്ചെടുക്കാൻ ലാഭമുണ്ട്. അതുപോലെ തന്നെ പന്നി പോലുള്ള ആ മൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ രക്ഷിക്കാം. കാരണം പെട്ടെന്ന് അതിന് തിന്നാൻ പറ്റത്തില്ല. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൃഷി ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലവിധ കാരണങ്ങളാൽ കൃഷി ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് 2-3 കാര്യങ്ങൾ. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കർഷകരോടുള്ള മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. കർഷകരോട് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരോട് കാണിക്കുന്ന മനോഭാവം കർഷകരോട് കാണിക്കുന്നില്ല. അതൊരു പ്രധാനമാണ്. പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് 2ാമത്തെ കാര്യമാണ്. 3ാമത് കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ നമ്മുടെ നാട്ടിൽ യാതൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷങ്ങൾ തളിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് തീരാ വ്യാധികൾ പിടിപെടുകയും ആരോഗ്യം ക്ഷയിച്ച് ആശുപത്രികൾ അഭയം തേടി ജീവിതം ക്ലേശപൂർണ്ണമാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഒരാൾ നിയമിച്ചാൽ നമ്മുടെ ആ വീടിൻ്റെ പരിസരത്ത് തന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള വിവിധങ്ങളായ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരമ്പര തന്നെയാണ് ഇലഞ്ഞൂർ വ്ലോഗ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇതിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ പ്രക്ഷേപണം ചെയ്യും. എല്ലാ പ്രേക്ഷകർക്കും ഇത് പ്രയോജനപ്പെടും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.